ഹലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബോർ ആറ്റം മോഡലിന്റെ ഗുണങ്ങൾ. ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ ഓർബിറ്റുകളിലുമുള്ള ഇലക്ട്രോണുകളുടെ ഊർജം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ബോർ ആറ്റം മോഡലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ സ്ഥിരത വിശദീകരിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണുകളുടെ ഊർജ്ജം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ബോർ ആറ്റം മോഡലിന്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ കൂടുതൽ ഇലക്ട്രോണുകൾ ഉള്ള ആറ്റങ്ങളുടെ മാതൃക ലൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിയില്ല. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകാനുള്ള കഴിവ് വിശദീകരിക്കാൻ കഴിയില്ല. സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് എന്നിവ വിശദീകരിക്കാൻ കഴിയില്ല. ബോർ ആറ്റം മോഡലിന്റെ പരാജയങ്ങൾ: കൂടുതൽ ഇലക്ട്രോണുകൾ ഉള്ള ആറ്റങ്ങളുടെ മാതൃക ലൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിയില്ല. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകാനുള്ള കഴിവ് വിശദീകരിക്കാൻ കഴിയില്ല. സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് എന്നിവ വിശദീകരിക്കാൻ കഴിയില്ല. ഡി ബ്രോഗ്ലിയുടെ ദ്രവ്യത്തിന്റെ അദ്വൈത സോറി ബ്രോഗ്ലിയുടെ ദ്രവ്യത്തിന്റെ ദ്വൈത സ്വഭാവം വിശദീകരിക്കാൻ കഴിയില്ല. ഹൈസൻബർഗിന്റെ അനിശ്ചിതത്വം വിശദീകരിക്കാൻ കഴിയില്ല. ദ്രവ്യത്തിന്റെ ദ്വൈത സ്വഭാവം: ഡി ബ്രോഗ്ലിയുടെ അഭിപ്രായത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൂക്ഷ്മ കണികകൾക്കും കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ടായിരിക്കും. മാസ് കുറഞ്ഞ കണികകൾ ഇലക്ട്രോൺ തരംഗ സ്വഭാവം കൂടുതൽ കാണിക്കുന്നു. ഹൈസൻബർഗിന്റെ അനിശ്ചിത തത്വം: ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മ കണികകൾ ആയ ഇലക്ട്രോണുകളുടെ സ്ഥാനം, ആക്കം എന്നിവ വളരെ കൃത്യമായി ഒരേ സമയം പറയാൻ കഴിയില്ല. ഗണിത രൂപം: delta x into delta p is greater than or equal to 4 pi. Thank you so much for listening. We will see you next video.